ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ റെസ്റ്റോറൻറ്റിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. വിശപ്പിൻ്റെ ആദ്യം മൂലം അന്നേരം ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മൂന്നാമത്തെ മുതലാളിയായ ഷാൻ നമ്മുടെ കൂടെ ഇന്നലെ ജോയിൻ ചെയ്തിട്ട് ഷാൻ കൂടെ ബിസിയാണ്. ഇത് നമ്മുടെ മനോജേട്ടൻ, എൻ്റെ റൂം പാർട്ട്ണറാണ്. മനോജേട്ടൻ കണ്ണൂരാണ് സ്വദേശം. ഏറ്റവും കുറച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹവാമഹൽ എന്ന് പറഞ്ഞത് അവിടുത്തെ രാജ്ഞിമാരും അതുപോലെ തന്നെ അവിടുത്തെ തോഴിമാരൊക്കെ ജില്ലാ ജനലുകളുണ്ട്. മുകളിൽ ചെറിയ ചെറിയ ജനല് താഴ്ചകൂടെ പോണ രാജാക്കന്മാരുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം നിർമ്മിച്ച, അതായത് സ്ത്രീകൾക്ക് മാത്രം നിർമ്മിച്ച ഒരു മഹലാണ് ഹവാമഹൽ. റോഡിൽ തന്നെ അതിനുള്ളിൽ നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഇല്ല. അതിനുള്ളിൽ കൂടെ അന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു ഈ രാജസ്ഥാൻ. എല്ലാ ബിൽഡിങ്ങുകൾക്കും പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ആ ബിൽഡിങ്ങിനും നമ്മൾ പോകുന്ന വഴിയിലുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും പിങ്ക് കളറാണ്. ഇത്രേ ഉള്ളൂ ഹവാമഹൽ. ഇവൻ പറഞ്ഞായിട്ട് നമുക്ക് പോയിട്ട് നിങ്ങൾ ഇയർഫോൺ ചേച്ചിട്ട് നിങ്ങൾ ചാറ്റ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സഹിക്കാല്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല. ജയ്പൂർ സിറ്റിയിലെ മറ്റൊരു കാഴ്ചകളാണത്. രണ്ട് സൈഡിലും നോക്കി ഒരുപോലത്തെ കൺസ്ട്രക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റി പാലസിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയാണിത്. നല്ല ഭംഗിയുണ്ട്. എല്ലാം ഒരുപോലത്തെ കൺസ്ട്രക്ഷനുകളാണ്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ടൈപ്പിലുള്ള കൺസ്ട്രക്ഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ, ഇതാണ് ഹവാമഹൽ. അപ്പം നമ്മളിവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് ഉള്ള വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഹവാമഹൽ. ഇവിടുത്തെ ഓരോരോ കണ്ടോ കൺസ്ട്രക്ഷനൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അടിപൊളി വ്യൂ ആണ്. ഇവരുടെ പണ്ടത്തെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. ഇവിടുത്തെ രാജസ്ഥാനിലെ ഡിസൈൻ കൺസ്ട്രക്ഷനൊക്കെ ഒന്നും പറയാനില്ല. ഇവിടുത്തെയൊക്കെ തിരക്ക് നോക്കി വണ്ടി കയറ്റി വിടൂല. ഓപ്പോസിറ്റൊക്കെ ഫ്രണ്ടിലേക്ക് കയറി വരും. ഒരു മര്യാദയില്ലാത്ത ആൾക്കാരാണല്ലോ. ഉണ്ടോ, അവിടെ ഒരു ഓട്ടോറിക്ഷ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് അതിനെ ഓവർടേക്ക് ചെയ്ത്. നമുക്ക് സത്യം പറഞ്ഞാൽ പോകാൻ വഴിയില്ല. നമ്മളൊരു മിനി ബസ്സാണ്. കണ്ടോ, ഒരു മര്യാദയില്ലാത്ത ഡ്രൈവിംഗ് ആണ് ഇവിടെ. ആക്ച്വലി ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ വേ ആണ്. നമ്മൾ റോങ് സൈഡ് കയറി വന്നതാണ്. അത് അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വെറുതെ എല്ലാവരും സൈഡ് കയറാത്ത, എല്ലാം കിടിച്ച് കയറി പോരുക. നമ്മളാണ് റോങ് വേ. ഈ റോങ് വേ കയറ്റിക്കൊണ്ടുപോയി മഹാന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു പ്രശ്നമില്ല അല്ലേ, എല്ലാം അടിപൊളി. പുള്ളി പൊട്ടനെ പോലെ ചിരിച്ചോണ്ടിരിക്കുക. അപ്പൻ്റെ റോഡാന്നാണ് ചെറുക്കൻ ഉദ്ദേശിച്ചത്. സൈഡ് തരൂല. നമ്മൾ ഈ ഫോർട്ടിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ
ഈ മരത്തിലൊക്കെ ഇത് ഇഷ്ടംപോലെ തത്തയുണ്ട്, നമ്മുടെ നാടൻ തത്തത്. അതിനകത്ത് ക്യാമറ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് കാണുന്നില്ല. അതെ ആ മരത്തിൻ്റെ മേളിലുണ്ട്, കണ്ടോ, സൗണ്ട് കേൾക്കാമല്ലോ. നിറച്ചും തത്ത. പിന്നെ അതുപോലെ അവിടെ കണ്ടോ മയിലുണ്ട്, മയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതേ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ കുറേ മയിലുണ്ട്. ഇവിടെ പാർക്കിങ്ങിൻ്റെ എവിടെ നിന്നുള്ളൊരു വ്യൂ ആണത് കേട്ടോ. എല്ലാം ഫോർട്ടുകളാണ്, മൊത്തം ഫോർട്ടാണ്, മല മൊത്തം ഫോർട്ടാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു പരിപാടി. താഴെകാലം വയ്ക്കാനുള്ളതിന് മേളിൽ കൊണ്ട് വെച്ചേക്കുമല്ല. സ്കൂളിൽ പഠിച്ചപ്പം ഉള്ള അതേ ബാക്ക് ബെഞ്ചാണ് എനിക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ കയറാനുള്ള അതിമോഹമായിട്ട് പോയ ഞാൻ 3 ജീപ്പ് ഉണ്ടായിട്ട് ഫ്രണ്ടും വേണ്ട ബാക്കും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെയുള്ള യാത്രികർ. ലക്ഷ്മി, ഇത് നമ്മുടെ മുതലാളിയുടെ വൈഫാണ്, രാഹുൽ കിങ്സ്റ്റൺ, നസറുദ്ദീൻ. അതെ, അപ്പൊ മുതലാളി ഫ്രണ്ടിലിരിക്കണ്ട്, എൻ്റെ സീറ്റും പിടിച്ചിട്ട് എൻ്റെ സീറ്റ് കവർന്നെടുത്ത് ഇരിക്കുന്നുണ്ട്. ഇരിക്കി തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അമീർ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന കാഴ്ചകൾ ഞാൻ കാണിക്കുന്നുണ്ട്. പണ്ടത്തെ രാജവീതിയാണ് കേട്ടോ. രാജാവ് ഇതിവിടെ നടന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിപ്പോ ഞാനാണ് പറഞ്ഞത്. ഇവിടുത്തെ സൽമാൻ ഖാനാണ് ബൈക്കിൽ വരുന്നത്. ജയ്പൂർ കാ സൽമാൻ ഖാൻ. ചിരിയുണ്ട്, കള്ളച്ചിരി. ചുട്ടൂന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പണ്ടത്തെ രാജവീതി കണ്ടോ, പണ്ടത്തെ രാജവീതിയാണ് വീണ്ടും. ഇത് വൃത്തിഹീനമായി കിടക്കുകയാണ്. സൽമാൻ ഖാൻ അവിടെ നിർത്തി, പുള്ളിയുടെ വീട് അവിടെയെന്ന് തോന്നുന്നു. ശരിക്കും നല്ല ഇടുങ്ങിയ ഒരു പണ്ടത്തെ ഒരു രാജവീതി തന്നെയല്ലേ. ആ ഒരു ഫീല് വരുന്നുണ്ട് എനിക്ക്, കിട്ടുന്നുണ്ട്. പോക്കറ്റില്ല. പണ്ടത്തെ രാജവീതി ഹൈവേ പോലെയല്ല കേട്ടോ, ഇത്രയും ഇടുക്കമുള്ളതാണ്. അതെ, വളരെ ഇടുക്കവും ഞെരുക്കമുള്ള റോഡാണ് രാജവീതി. നമ്മളങ്ങനെ അമീർ ഫോർട്ടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അധികം അങ്ങോട്ട് വണ്ടി കയറി പോകില്ല, ബാക്കി പിന്നെ നടന്നു കൊണ്ട് വരും. അമീർ ഫോർട്ടിൻ്റെ ഒരു മൂലയാണിത്, ഇവിടെ വരെ വണ്ടിയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അത് നമ്മുടെ ജേസിൽ ബ്രോ വീഡിയോ എടുക്കുകയാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇവിടം വരെയുള്ളൂ നമ്മുടെ വണ്ടിയുടെ സേവനം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. നമുക്ക് അങ്ങോട്ട് വണ്ടി കയറി പോകില്ല, ഇവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകണം. സൂപ്പർ. എല്ലാവരും ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ രുദ്രക്കുട്ടി. രുദ്ര ഇവിടെ നോക്ക്, പിണങ്ങിക്കാണോ? അങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം ചേട്ടൻ വീണ മാറ്റി പിടിച്ചു, വയലിനാക്കി. ആഹാ, അതിന് മറ്റേ സൗണ്ട് കുറവാണ് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല, നല്ല ക്യൂട്ടാണ് സാധനം അല്ലേ, നല്ല ക്യൂട്ടാണ്.
ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന രാജസ്ഥാനി പെണ്ണാണ്. ആ പൊട്ടിപ്പോല വായിച്ചോ. നമ്മുടെ കേരളത്തിന്റെ സൽമാൻ ഖാൻ അത്. ആഹാ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെ ഉള്ളൂല്ലോ ഇവിടെ. ആഹാ, കൊള്ളാം. താന്നേക്കാളും അടിപൊളി സാധനം. നമ്മളങ്ങനെ അമീർ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറി. അകത്തുനിന്നുള്ളൊരു കാഴ്ചകളാണത്. ഇവിടുത്തെ ഒരു 360 വ്യൂ ഞാനൊന്ന് കാണിക്കാം. എല്ലാം ഒരുപോലെയൊക്കെ നമുക്ക് തോന്നിക്കും കേട്ടോ, പക്ഷേ എല്ലാം അവർ നോക്കുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കെല്ലാം ഇത് ഒരുപോലെ ഇരിക്കും. കച്ചവടക്കാർ തകർത്ത് കച്ചവടമാണ് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാർ. ഇന്നിപ്പോൾ ആൾക്കാർ കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ക്യൂട്ട് കുട, നല്ല കുട, കളർഫുൾ കുട. നമുക്ക് ഇനി ഓരോ സ്ഥലത്തേക്കായിട്ട് പോവാം. ഞങ്ങളങ്ങനെ ഫോർട്ടിൻ്റെ മേളിൽ നിന്നിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പം നിങ്ങൾ മലയാളി ഹേ എന്ന് ചോദിച്ചുകൊണ്ട് 2 പയ്യന്മാർ നമ്മുടെ കൂടെ വന്നു. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ചെറുപ്പക്കാരാണ്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇവർ 2 പേരാണ്. അപ്പോൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഞാൻ ജോബിൻ ബത്തേരിയിൽ വരുന്നു. 25 ദിവസമായി ട്രിപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോൾ 10 സ്റ്റേറ്റിനകത്ത് ഞങ്ങൾ കവർ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ പേര് ഷെമിലി. ഞാൻ ഈ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് വരുന്നു. ഇതുപോലെ തന്നെ ഞാനിവിടെ സെയിമാണ്. ഒരുമിച്ചാണ് ട്രാവൽ ചെയ്ത് ഇന്ന് നാട്ടിലേക്ക് തിരിഞ്ഞാണ്. ഇവിടെ വെച്ചാണ് ഇവരെ കണ്ടുമുട്ടിയത്. വളരെ നന്ദിയുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ മലയാളം പറഞ്ഞിട്ട് നിങ്ങൾ മലയാളി ഹേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തൊന്ന് പരിചയപ്പെട്ടത്. അപ്പം വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിലും നിങ്ങളെ പരിചയപ്പെട്ടതിലും. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പ്രചോദനം ഏകുന്നത് നമുക്ക് വീണ്ടും വീണ്ടും യാത്രകൾ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളുടെ യാത്രയൊക്കെ നല്ല സേഫായിട്ട് പോട്ടെ. നിങ്ങളുടെ യാത്രയൊക്കെ കണ്ടിന്യൂ ചെയ്യും. നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഇവരുടെ ട്രിപ്പ് ഏകദേശം അവർ കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ച് ബൈ ട്രെയിനാണ് ഇവർ പോകുന്നത്. അപ്പോൾ ലഗേജ് എല്ലാം അവർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം നിങ്ങളെ കാണാനും പരിചയപ്പെടാൻ സാധിച്ചില്ല കേട്ടോ. ഓക്കെ, പേടിയില്ലാത്ത പ്രാവാ. തീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ. നമ്മളിതിൻ്റെ മേളിൽ പോവാം. മേളിൽ പോയിട്ടുള്ള ഒരു കാഴ്ചകളെ നമുക്ക് കാണാം. നമ്മളങ്ങനെ അതിൻ്റെ മേളിൽ വന്നു. മേളിൽ നിന്നുള്ളൊരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ താഴെ കാണാം. അവിടെ ഒരു പീരങ്കി കാണാം. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. നല്ല രസമുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. പണ്ടത്തെ പീരങ്കിയുടെ ഒരു മോഡലാണിത്. മോഡലല്ല, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും ഉള്ളതാണെന്ന് തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഒറിജിനൽ ലുക്ക് പോലെ തന്നെയുണ്ട്. എന്തായാലും ഇതാണ് പീരങ്കി. നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് താഴത്തേക്ക് പോവാണ്. എന്താണ്? അടിപൊളി. വാങ്ങിയാലോ? ചേട്ടൻ പാട്ട് മാറ്റി പിടിച്ചു, വേറെ പാട്ടായിപ്പോ. ഫുള്ള് കച്ചവടക്കാരാണ് ഇവിടെ, ഒരു രക്ഷയില്ല.
തിരക്കായി കേട്ടോ അത്യാവശ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നേരെ താഴത്തേക്ക് പോകാം. ഇവിടെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്, മറ്റേ മണ്ണിൻ്റെ ഗ്ലാസ്സിനകത്ത് ചായ. ബൈസ്മേ ചായ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചായ കുടിക്കാം. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ്, നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് ചായ കുടിച്ചാൽ. നമുക്കങ്ങനെ ബൂസ്റ്റ് ഇട്ട ചായ അല്ല, മൺപാത്രത്തിലുള്ള ചായ നമുക്ക് കിട്ടി. വെയിറ്റിംഗ് ആണ് മൂപ്പര്. അപ്പോൾ നമ്മുടെ ചായ കുടിച്ചിട്ടാവും നമ്മുടെ ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനായ ജൽമഹലാണിത്. നേരെ പുറയിൽ കാണുന്ന ലൊക്കേഷനാണ് ജൽമഹൽ. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ആക്സസ് ഒന്നും ഇല്ല, ബൈ ബോട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ബോട്ട് സർവീസ് ഒന്നും ഇല്ല. എരണ്ടാന്ന് പറഞ്ഞ ഒരു പക്ഷി വർഗ്ഗമാണിത്. താറാനെ പോലെ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കേണ്ടത്. അതിൻ്റെ മേളിലും ഉണ്ട്, കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജൽമഹൽ. പണ്ടത്തെ രാജ്ഞിമാർ ചൂട് സമയങ്ങളിൽ അവിടെ പോയിരുന്ന് നല്ല AC മുറിക്കകത്തിരിക്കുന്ന ഒരു ഫീലാണ് ആ മുറിക്കകത്ത്. അപ്പം അവർ ആ ചൂട് സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് ജൽമഹൽ. എരണ്ടയുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ട്. ഇപ്പോൾ കല്ലിലോട്ട് വലിച്ചെറിയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടെ പറന്നു കൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു. ചാനലിൽ ഒരു രാജാവ് വന്നിരിക്കുകയാണ്, മഹാരാജൻ കൃഷ്ണ തുളസി. പറയൂ മഹാരാജൻ. നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന രാജസ്ഥാനിലെ ശിവഗാമിയാണിത്. കട്ടപ്പ ഇവിടുന്ന് സെൽഫി എടുക്കണ്ട്. ശിവഗാമി ഇങ്ങോട്ട് വല്ലപ്പോഴും നോക്കാം. ആ കുടം ചിളക്കരുത് കേട്ടോ. അല്ല, കവി എന്താ ഉദ്ദേശിക്കണേ? തലയിൽ സമൂസയൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്, കണ്ടോ കൂർത്തിരിക്കുന്നുണ്ടോ? ആ മാഡം, തലയിൽ സമൂസ വെച്ച മാഡം. മഹാറാണിക്ക് വട്ടായി, ഇതേ തന്നെ ഡാൻസ് കളിക്കുന്നു. ചാവി കൊടുക്കുന്ന പാവ പോലെ. സെലിബ്രിറ്റി. മഹാരാജനും മഹാറാണിയും. മഹാരാജന്റെ തൊപ്പി വരാൻ തോന്നണല്ല. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം മേടിച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ട്. സൂപ്പറാണ്. 20 രൂപയാണ് ഒരു പ്ലേറ്റിന്. ഒരു ഫ്രൂട്ടിന് 20 രൂപയാണ്. ഇതാണ് സംഭവം. ഇങ്ങനെ ഒന്നിങ്ങനെ എടുക്കും, കണ്ട് ഇങ്ങനെ കഴിക്കുക. എങ്ങനെയുണ്ട്? അല്ല, വീഡിയോ എടുക്കുമ്പോൾ നല്ലതെന്ന് പറയേ, സൂപ്പറാന്ന് പറയേ. സൂപ്പർ. എൻ്റെ മോൻ കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കും എന്ത് കഴിച്ചാലും. ഇതിൻ്റെ കട്ട് ചെയ്യുമ്പം ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇത് കഴിച്ചിട്ടുള്ള ഒരു അനുഭവം ഇപ്പോൾ പറയാം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇരുമ്പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി എന്നൊക്കെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അവരുടെ ഒരു മസാലയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, കൊള്ളാം, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എൻ്റെ മോൻ കാണിക്കുന്ന പോലെ എപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ഇതുപോലെ കാണിക്കും. അങ്ങനെ നടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാഷ്നട്ടിൻ്റെ मटका कुल्फी ഉണ്ട്. कितने का भैया? भैया अलग अलग है, केसर कुल्फी है, पिस्ता है, रसमलाई है. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. കേസർ കുൽഫി, പിസ്ത, മലായി കുൽഫി, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. അപ്പോൾ കാണിച്ചോളൂ, ദിഖാവൂ. അപ്പോൾ ഇതാണ് കുൽഫി. നമ്മൾ പിസ്ത കുൽഫിയാണ് പറഞ്ഞേക്കുന്നത്. അതങ്ങനെ അതിൻ്റെ കമ്പ് അതിൻ്റെ പുറകെ കയറ്റിയിട്ട് ഇതാണ് ഒരു കത്തി വെച്ച് ഇങ്ങനെ തിരിച്ചും എടുക്കും. അപ്പോൾ നമ്മുടെ കുൽഫി റെഡി. ഇനി നമുക്ക് കഴിക്കാം അല്ലേ? കഴിച്ചോ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, അപ്പം ഇത് എൻ്റെയാണ്, ഞാനും കൂടെ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുൽഫി മേടിച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് പോയേക്കാം. നമ്മൾ പിസ്തയുടെ കുൽഫി മേടിച്ചു. സംഭവം അടിപൊളിയാണ്, വേറെ ലെവലാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം തീർക്കുക, എന്നിട്ട് കാജുവിൻ്റെ അടുത്ത് വേറെ ഒരെണ്ണം മേടിക്കുക. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇതൊക്കെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം. ഈ ടേസ്റ്റ് നമുക്ക് നാട്ടിൽ കിട്ടില്ല. നമ്മൾ മറ്റേ കുൽഫി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ റൈറ്റ് സൈഡിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, കണ്ടോ? സംഭവം നല്ല കളർഫുള്ളാണ്. ബേൽപുരി എന്നാണ് എൻ്റെ പേര്. ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡാണ്, നോർത്ത് ഇന്ത്യയുടെ. നേരത്തെ നമ്മൾ കഴിച്ച സ്റ്റാർ ഫ്രൂട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. പൂര മിക്സ് കറക്കി തരാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സാധനങ്ങളും തരും. പുള്ളിക്കാരത്തിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. നമ്മുടെ കൂടെ വന്ന ലക്ഷ്മിയുടെ ഫ്രണ്ടാണിത്.
This for you. थैंक यू। ये मिक्स करो मूंगफली वो नहीं ये मूंगफली चाहिए ज़्यादा ഉണ്ടാക്കുന്ന രീതി നല്ല രസമല്ലേ സംഭവം നേരത്തെ നമ്മൾ മേടിച്ചായിരുന്നു അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല 500 का चेंज है 500 चेन देना आप देगा आप देना आप देना कितना 60 रुपये ना 3 है ना 50 दो നമ്മുടെ ബോംബെ പൂട അതുപോലെ ഇവിടുത്തെ രാജസ്ഥാൻ്റെ ലോക്കൽ ട്രഡീഷണൽ ബാഗ്സും അങ്ങനെയുള്ള കുറേ ചെരുപ്പ് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടുത്തെ ലോക്കൽ ചെരുപ്പുകളാണ് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ചെരുപ്പ് ലക്ഷ്മി ഇത് മേടിച്ച് ഫുള്ള് തീർക്കുമോ എന്നാൽ ഈ മൊത്തം ചുരുട്ടിങ് എടുത്തോ ബാഗിലേക്ക് ലക്ഷ്മി ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മേടിക്കാമെന്നാണ് പറയണേ എൽസൂന അല്ലേ പിന്നെ ആർക്കാ പൂർണിമ മമ്മിക്ക് പിന്നെ എനിക്കില്ലേ എനിക്ക് രാജാവും പ്രജകളും പോകുന്നു ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് ഇവിടെ ഫുള്ള് പ്രാവാണ് അയ്യോ ഫോണിൽ പറഞ്ഞ വന്ന് അടിച്ച് നമ്മൾ കഴിക്കാനായിട്ട് ഇവിടെ ഹോട്ടലിൽ വന്ന് തൊട്ട അടുത്ത് തന്നെ ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന മാർബിളാന്ന് തോന്നുന്നു കേട്ടോ മാർബിളാണ് അത് വെച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ ആണ്ട വെളുത്തിരിക്കുന്നു തൊട്ടപ്പുറത്ത് വേറെ ഒരു കല്ലേലുമ ഉണ്ടാക്കുന്നു വരച്ചാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെച്ച് ഇത് എവിടെ ഇരിക്കുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് ഫുൾ മാർബിളാണ് അകത്തെല്ലാം ഉണ്ട് അകത്ത് കയറുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാം ലഞ്ച് ബ്രേക്കാണ് നേരെ ഫുഡ് കഴിക്കാൻ പോവാം ഇത് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് ദാൽ ബാട്ടി ചൂർമ അതാണ് ഇവിടെ രാജസ്ഥാൻ സ്പെഷ്യൽ ഡിഷാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് കേട്ടോ ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും दाल बाटी चूरमा है सर। ഓക്കെ സാർ इसको आप मैश करो आप मैं करके दूँ या आप बनाओगे? ये मैश करके മാഷ് കർ ദിയ तो दाल डाल दो इसमें। दाल डालो आप। दाल डालो हाँ वो डाल दो और डाल डालो बस। हाँ इसको हाँ मैश करके खाइए। मिक्स करके खाओ हाँ അപ്പോൾ दाल बाटी चूरमा हो गया हाँ चार लस्सी ला देना इनका बेटा। ऐसे मत किसका है? സംഭവം വെറൈറ്റി ആണ് കേട്ടോ ये मिक्सी रोटी है। ये क्या रोटी है ये मिक्सी रोटी है मैडम। മിക്സിയുടെ റൊട്ടിയാന്ന് പറയുന്നത് इसको മിക്സി छोड़ दो, इसको खाओ आप इन दोनों के साथ ठीक है। ഓക്കെ സാർ താങ്ക് യു നമ്മളങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് സിറ്റി പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലൊക്കേഷനായ ജന്തർ മന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ട് 50 രൂപയാണ് എൻട്രി ഫീ സൂര്യപ്രകാശത്തിലും പിന്നെ ചന്ദ്രൻ്റെ പ്രകാശത്തിലും സമയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് പക്ഷേ എനിക്ക് ഈ സംഭവം നോക്കിയിട്ട് സമയം മനസ്സിലായില്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ സമയം 3:15 അത്ര എനിക്കറിയാം ഫോർകാസ്റ്റിംഗ് ഓഫ് വെദർ വെദർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഏത് ഈ बिल्डिंगा भैया इसको कैसे मालूम होगा इसमें वेदर फोरकास्टिंग कैसे हम लोग ऐसे है मालूम कि हो इसके नीचे वहाँ सीढ़ियाँ हैं सीढ़ी के ऊपर वहाँ लोग चढ़ते हैं ऊपर तक और उनके पास में बायनाकुलर होती है बड़ी दूरबीन ओ बाइनोकुलर से उससे बायनाकुलर से देख करके बताते हैं कि इधर से क्लाउड्स आएंगे तो वो कब पड़ेंगे यहाँ बरसात होगी कि नहीं होगी ठीक है। और अगर बाइनोकुलर से नीचे से भी दे सकते हैं ना ऊपर से थोड़ी नहीं जाएंगे तो मशीन आ गई ना हाँ नहीं है बाइनोकुलर लेके उतना ऊपर जाने की जरूरत नहीं है ना കഥയിൽ ചോദ്യമില്ല എന്നാലും ഞാൻ ചോദിക്കും उस हाइट पे चल जाता है ना तो ये इस तरीके से बना हुआ है कि वहाँ जाने के बाद में बायनाकुलर जो थी इनकी स्पेशल बायनाकुलर थी फोटो फोटो ഇതിൻ്റെ മേളിൽ ബൈനോക്കുലർ വെച്ച് പോകണമെന്നാണ് പുള്ളി പറയണത് ഞാൻ ചോദിക്കുന്നത് താഴെ നിന്ന് എടുത്താൽ എന്താ കുഴപ്പം അതാ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ക്വസ്റ്റ്യൻ അതാണ് താഴെ നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കി കാണൂലേ അതാണ് ഞാൻ പറയണത് ഓരോന്ന് ചുമ്മാ പറഞ്ഞോളൂ ചേട്ടനൊരു സമാധാനം നമുക്ക് അറിഞ്ഞപ്പോൾ Astronomical observatory which is we called is Jantar Mantar.
Jantar, it is instruments mantar calculation. It is built by Maharaja Jai Singh in 1728, who was himself a great astronomer. So he built 5 observatories in all over India. First in Delhi, Mathura, Benares, Ujjain and Jaipur. But Jaipur observatory is best and is still working condition. The first instruments of the observatory, the red one, this is we call it sun dial, sun watch, which is give us the time, but not Indian standard time, local time of this city according to sun position in local horizon, or watch time is Indian standard time. That's why Indian standard time between local time we have the difference. The time is marking on the white marble. In Hindi, this is 1 o'clock, next 2, this 3, 4, 5 and 6. This is for afternoon time, other side for morning time 6 to 12. Look here, each block, this is for 1 hour. 1 hour divided in 4 parts, 15 minutes, 30 minutes, 45 and 60. It is again divided in 3 parts, 5, 10 and 15. It is again 5 parts, 1 minute. And 1 minute again 3 parts, 20 seconds. So least accuracy here up to 20 seconds, which I am calculate with the shadow of the wall. Now can you see the shadow of the wall is falling here? It means this is local time. 3, 1, 2, 3, almost 4. 4 past 3, it's local time. We need 21 more. So now 25 or watch time. Check your watch. 3:25. show your time, please. 3:26. Ah. But our axis or earth is not straight. It is inclined also. 23.5 degree. That's why the inclination of the dial is 23.5 degree. He was done these things in 18th century, 1728. And this wall angle is 27 because Jaipur latitude is 27 degree. This is the second instrument, which is we call the compass, working in night time for see the north star, pole star. Night time if you want to see the pole star, just you have to come, put your eye here, then here you have to look straight from here on this angle. You can see the pole star in the sky there because the pole star always north, doesn't move. So north, this is south, east and west for direction, but this instrument working only for Jaipur city, not for other place. This is another sun clock, sun watch. But this instrument is working with the sun and moon both. So here we can calculate the night time also. The time is marking here 11, 12, each line here for 5 minutes, and white scale each line for 4 minutes. So now we can see the shadow of the rod is falling here. So right is 3 o'clock, 3, 4, 8 and almost 9. 3, 9 it's local time. We need again is 21 more. So now 30 or watch time. Check your watch, 3:30 or watch time. Yeah, almost correct. But okay. This is work till 21st of March. After 21st of March, this will be not work. You know why? Because our earth is rotate, so sun position is changed. 6 months on northern hemisphere, 6 months on southern hemisphere. We call it Uttarayan and Dakshayan. The sun remain in Uttarayan. This instrument is not working. Other instrument working, we have one more other side. Then sun remain in southern hemisphere in Dakshayan. This is working. So now it is working. After March, other side. This is not working now. After March, this will be work. And 2 days in the year, both are not work because twice in the year sun come on equator. We call it equinox. Day of the equinox, sunlight not falling here, not that side. Sunlight falling on the top, on the middle. So we have one more instrument on the top also, just for the equinox. He was very intelligent person. Sir, now we are going to see the most important instruments of the observatory, which is we call as Yantar Raj. It is working in night time to find the stars position. The stars means planets and constellation. This is the sky of the Jaipur city. The lines are their latitudes, longitudes. The whole is Jaipur. Below the whole, the line goes equator. Near the equator, some names are written there in Hindi. These are name of the stars, planets. Jaiprakash Yantra. Jaiprakash divided in 2 parts. This is part A, other side is part B. A part, missing block. Blocks which are not here. They are other sides. Their missing block are here. This is both are complementary like this. But king was divided in 2 parts. So 1 hour this is function, 1 hour that. With this instrument we can find the zodiac signs. Zodiac. Yeah, Rashi.
The all name of the zodiac signs are written on white marbles. Middle is one iron plate with a wire. With the shard of the plates here we can find the zodiac sign. So now can you see the shard of the plate is falling there on the white marble corner? Yeah. Can you see? There. ഓക്കെ ഓക്കെ Just above the shadow, the top line written in the corner there is Makar Rashi. But still now we can see the shadow is not come on Makra. It is just below the Makar Rashi. Sir, this is the biggest sun clock in the world. We already have been seen the small sundial. The king was not happy with the first sun clock because their accuracy up to 20 seconds. He want more accuracy, that's why he built his big sundial. This is the biggest in the world. Here accuracy up to 2 seconds. I mean every 2 seconds here the shadow will be changed on the white marble. So 6 to 12 time is there, after 12 on that. So shadow is falling there from here, very difficult to read the time, but I can say you it is tell us now is almost 3:20 or 21. We need again 21 more. So 40 or 41, 42 or watch time. Yes. Words. 42. And the stair which is going on the top, this is used for the weather forecasting. The astronomer go on the top, they flying one flag and they find the wind direction. Wind is coming where? According to wind direction, they tell us how will be monsoon this year in Rajasthan. And it's still in use because this is more accurate, better than our weather bureau. Our weather bureau may be wrong, but this is never wrong. That's why this is used for the weather forecasting for monsoon season also. നമ്മളങ്ങനെ ജന്തർ മന്ദറിന് തൊട്ടടുത്തുള്ള ഒരു ലൊക്കേഷനാണിത്. സിറ്റി പാലസ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെയാണ്. അപ്പം അതിനകത്ത് കയറണമെങ്കിൽ 200 രൂപയാണ് എൻട്രി ഫീ. അതിൻ്റെ ടിക്കറ്റ് നമുക്കിങ്ങനെ അവിടെ പുറത്ത് അവൈലബിൾ ആണ്. നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. പക്ഷേ അയാൾ അവിടെ കയറിയപ്പോൾ തന്നെ എൻട്രൻസിൽ പറഞ്ഞു ഫോട്ടോ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അത് ഓഫ് ചെയ്തു. നൈസായിട്ട് കണ്ടെല്ലാം തിരിച്ചിറങ്ങി പോന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു 360 വ്യൂ ആണിത്. എവിടെ നോക്കിയാലും ഒരുപോലെ ഇരിക്കും. എല്ലാം മാർബിളാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഫോൺ അലൗഡ് അല്ല. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. എവിടെ പോയാലും ഈ കുപ്പായിട്ട് കുറേ എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റികളാണ് ഇവർ. അപ്പം നമുക്കിതിനകത്തേക്ക് കയറി നോക്കാം. ഇവിടെ തടയോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ് കയറി. എന്തായാലും ഒന്നും പറഞ്ഞില്ല, നേരെ പോവാം. ഇവിടെ എന്താ സംഭവം നോക്കാം. ആഹാ, അടിപൊളി. ഇതാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു സിൽവറിൻ്റെ ഒരു കൂജ ഇരിക്കുന്നുണ്ട്, 2 എണ്ണം. വേറെ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളൂ. ഇതൊക്കെയുള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഈ ബിൽഡിങ്ങാണ് നമുക്കിവിടെ കാണാനുള്ളത് മെയിനായിട്ട്. ഇവിടെ നമുക്കൊരു ക്ലോക്ക് ടവർ കാണാം. ഇപ്പോൾ സമയം കറക്റ്റ് 4:45 ആ കറക്റ്റ് ടൈം അതിനകത്ത് ക്ലോക്ക് ടവറിൽ കാണിക്കുന്നുമുണ്ട്. ഇപ്പോഴത് വർക്കിംഗ് ആണെന്നുള്ളതാണ് അത്ഭുതം. പഴയ സാധനമാണ്, ഇപ്പോഴും നല്ല വർക്കിംഗ് ആണ്. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ. അടുത്തൊരു ടീ ബ്രേക്കാണ് കേട്ടോ. നമ്മൾ അതിനെല്ലാം അകത്തെല്ലാം പോയി കണ്ട് ഇറങ്ങി. ഇനി അടുത്തൊരു ടീ ബ്രേക്കാണ്. എല്ലാവരും ചായ കുടിക്കാനുള്ള തിരക്കിലായിരുന്നു. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ കൂടെയുള്ള ആളല്ലേ? അത് പറഞ്ഞു കഴിക്കാറുണ്ട്. ഓടി ചാടി ഇങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കൂടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജയ്പൂർ സിറ്റിയുടെ സന്ധ്യ കാഴ്ചകളാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും
നല്ല ലുക്കാണ് ബിൽഡിങ്സ് എല്ലാം കാണാനായിട്ട്.